ഇതാണ് നമ്മുടെ കഥാനായകൻ ഹർഷൻ. നടന്നു വരുന്നതാണ് ഇഷ. ഹർഷൻ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്, കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇന്ന് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പാണ്. ഹർഷനുള്ള ടീം ജയിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. കാരണം ഹർഷൻ അത്രയും അടിപൊളി ഒരു വോളിബോൾ പ്ലെയറാണ്. പതിവ് പോലെ തന്നെ നമ്മുടെ പിള്ളേർ കപ്പടിച്ചു. പിന്നെ ഹർഷൻ്റെ ചങ്ക് കരളാണ് വിവേക്. ഇതാണ് വിവേക്, ഹർഷൻ്റെ ഓളിനാണ്. അങ്ങനെ അവരുടെ ആഘോഷ പ്രകടനത്തിൻ്റെ ഇടയ്ക്കാണ് ഇഷ കയറി വന്ന് പെട്ടെന്ന് ഹർഷൻ്റെ കൈകളെ പിടിക്കുന്നത്. ഇഷ ഹർഷനെയും കൂട്ടി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി. നീയോ? നീ ഇതെപ്പറ്റിടാ? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു എന്നറിയോ ഇവിടെ ഒന്നും കാണാനിട്ട്? നീ ഇന്ന് വരുന്ന വാക്ക് തന്നല്ലേ, എന്നിട്ട് നീ എന്ത് വരാന്? ഇഷ, നീ എന്താ ഒന്നും മിണ്ടാത്ത്? എന്തെങ്കിലും ഒന്നും മിണ്ടടാ. നിനക്കിതെന്ത് പറ്റി? നീ എന്താ അടി ഇതിൻ്റെ ഉള്ളിലേക്ക്? എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ, നീ എന്താ ഒന്നും മിണ്ടാത്തേ? പോട്ടെ, നീ എപ്പോഴാ കോളേജിലേക്ക് വന്നത്? ഞാൻ നിന്നെ എത്ര നേരം വിളിച്ചെന്നറിയോ? നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? മാച്ചിൻ്റെ സമയത്ത് നീ ഇവിടെ വേണ്ടിയിരുന്നു. ആ ഗോൾ വെച്ച സമയത്തൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ നിൻ്റെ ക്യാമറ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഞാൻ നിന്ന്. നീ ആയിട്ട് വന്നതുമില്ല. അതല്ലടാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? എന്ത് പറ്റി? എന്തെങ്കിലും ഒന്ന് പറ. പോട്ടെ, മമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഡാ, എന്തേലും ഒന്ന് പറ. അത് ഹർഷൻ, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഫോൺ സൈലൻ്റ് ആണെന്ന്. അതാ ഞാൻ സോറി. തിരക്കിട്ട് വരുമ്പോൾ മറന്നുപോയതാ, സോറി. അതാണ് ഇത്ര വലിയ കാര്യം? നിന്റെ വായിലെന്താ നാക്കില്ലേ? ആ വാ തുറന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഞാനങ്ങ് പേടിച്ചു പോയി. അമ്മയ്ക്ക് പിന്നെയും വല്ല അസുഖവും കൂടിയോന്ന് അറിയില്ലല്ലോ. നിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി. എന്തിനാ ഇതിങ്ങനെ കയറ്റി പിടിച്ച് നടക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇതങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ? അത് പിന്നെ ഞാൻ ഹർഷ, എനിക്ക് നിന്നെ അന്ന് നീ ചോദിച്ചില്ലേ? പെട്ടെന്നാണ് ഹർഷൻ തൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. അത്രയും നേരം അവൻ കണ്ടത് വെറുമൊരു സ്വപ്നമായിരുന്നു എന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. എങ്കിലും എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സ് നിറയപ്പോൾ ഇഷ മാത്രമായിരുന്നു. അന്നാണ് അവൻ ഇഷയെ അവസാനമായി കാണുന്നത്. അതിനുശേഷം ഒരിക്കലും അവൻ ഇഷയെ കണ്ടിട്ടില്ല. എങ്കിലും അവളുടെ ഓർമ്മകൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവനെ വിട്ടുപോയിരുന്നില്ല. അന്നാ ദിവസം അവൾ പറയാൻ ബാക്കി വെച്ച വാക്കുകളിൽ ഇന്നും അവൻ്റെ മനസ്സ് കുടുങ്ങിക്കിടക്കുകയാണ്. എന്തിനെന്നറിയാതെ ഇന്ന് മനസ്സ് നിറയെ അവളുടെ ചിന്തകളും അവളുടെ ഓർമ്മകളും മാത്രമാണ്. ഹലോ ആർമീസേ, അപ്പോൾ ഇത് നമ്മുടെ ഇശൽ എന്ന് പറഞ്ഞ എഫിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ചെറിയൊരു എപ്പിസോഡാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എഡിറ്റിങ്ങിൽ അത്ര നല്ല കഴിവുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ തെറ്റുകളും കുറ്റങ്ങളും എഡിറ്റ് അത്ര കറക്റ്റല്ല എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതിലിനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെയുണ്ട്, ഇതിൻ്റെ തുടക്കം എങ്ങനെയുണ്ട്, ഇനി എഡിറ്റിങ്ങിലും കാര്യങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് ഒന്ന് പറയാം.